വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. ഹയർ സെക്കൻഡറി പ്ലസ് ടുവിന് ഇന്ന് കെമിസ്ട്രിയുടെ എക്സാമാണ്. അപ്പം ഒരു ഓവറോൾ ഒരു ബൂസ്റ്റർ റിവിഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും എന്നാൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഈ ഒരു സെക്ഷനിലൂടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സമയം കളയാതെ നമുക്ക് വേഗം ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ. ഇനിയും ഏതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് 4ഉം പഠിച്ചിരിക്കണം. അതൊന്നെങ്കിൽ 1 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന് വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ നെയിംസ് എഴുതാനായിട്ട് ചോദിക്കും. ഫസ്റ്റ് വൺ ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ് വൺ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബൂസ്റ്റർ വീഡിയോ പോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് പഠിച്ചിട്ടേ പോകാവൂ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പം ഓവറോൾ ഒന്ന് ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടി ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. നെക്സ്റ്റ് ചോദ്യം, സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഗീവ് ടു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ. ഹെൻറീസ് ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ആപ്ലിക്കേഷൻസ്, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് പറയുക. എന്താണ് ഹെൻറീസ് ലോ? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഇങ്ങനെ ലോസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമായിട്ടുള്ള രീതിയിൽ അതിൽ ചേർക്കാൻ പറ്റത്തില്ല. എന്താണോ ലോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടും അതിൽ വരണം കേട്ടോ. അപ്പോൾ ദ ലോ states that at constant temperature the solubility of a gas in a liquid is directly proportional to the pressure of gas. Applications ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, in the preparation of soda water, the bottle is sealed at high pressure. Tanks used by scuba divers are diluted with helium to avoid bends. അപ്പോൾ ഇത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ വൺ ഹോഫ് ഫാക്ടർ. വൺ ഹോഫ് ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മാൾ ലെറ്റർ ഐ. സ്മാൾ ലെറ്റർ ഐ ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നെക്സ്റ്റ് ചോദ്യം, ഡിഫൈൻ മൊളാരിറ്റി. മൊളാരിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ എം. ഈ ഭാഗത്തു നിന്നൊക്കെ പ്രോബ്ലംസ് കയറി വരും. മൊളാരിറ്റിയും ആ ഭാഗത്തു നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലംസ് വരും. അപ്പോൾ നോക്കിക്കോണം. ക്യാപിറ്റൽ എം ഈക്വൽ ടു നമ്പർ ഓഫ് moles of solute divided by volume of solution in liter. Next question വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് കോൾറേഷ്യസ് ലോ. The law states that it can be used to determine the limiting molar conductivity of a weak electrolytes. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ കേട്ടോ. നിർബന്ധമായിട്ട് അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് കണ്ടക്റ്റൻസ്? എന്താണ് റെസിസ്റ്റൻസിൻ്റെയും കണ്ടക്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? G ഈക്വൽ ടു 1/R. കണ്ടക്റ്റൻസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്റ്റൻസ് കുറയും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. G ഈക്വൽ ടു 1/R. നെക്സ്റ്റ്, മോളാർ കണ്ടക്റ്റൻസ് എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നതിൻ്റെ ഡെഫിനിഷന്. ഇനി മോളാർ കണ്ടക്റ്റൻസ് കൂടുമ്പോൾ കോൺസെൻട്രേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SHE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചോദ്യമാണ്, H2O2 ഫ്യുവൽ സെല്ലിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എന്താണ് ആ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കണ്ടാൽ ഓർത്തോണം. സെക്കൻഡ് റേസ് ടു -1 ആയിരിക്കും ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പഠിച്ചോണം. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെയൊക്കെ ഡെഫിനിഷൻസും പഠിച്ചോണം. വാട്ട് ഈസ് എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ചോദ്യവും ചോദിക്കാം. അടുത്ത സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ആണ് മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. മോൾ എഴുതുക, L റേസ് ടു -1, S റേസ് ടു -1. അതാണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് അതിൻ്റെ ഒരു 1 മാർക്ക് ചോദ്യമായിട്ട് ഒരു എക്സാമിന് ചോദിച്ചതാണ്. ദ ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ് 5.5 ഇൻറ്റു 10 റേസ് ടു -14 S റേസ് ടു -1. കണ്ടോ, S റേസ് ടു -1 മാത്രമേ ഉള്ളെങ്കിൽ അത് ഏത് തരം റിയാക്ഷനാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് അർഹിനസ് ഇക്വേഷൻ. K ഈക്വൽ ടു AE റേസ് ടു -EA/RT അല്ലെങ്കിൽ ലോഗ് K ഈക്വൽ ടു ലോഗ് A - EA/2.303 RT.
അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. എന്തിനെയാണ് ഓർഡറും എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി? കുറേ പോയിന്റ്സ് ഉണ്ട്. അതിൽ മിനിമം ഒരു 3 പോയിന്റിൽ 2 പോയിന്റുകൾ നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചിരിക്കണം. എന്താണ് ഓർഡർ? ഇറ്റ് ഈസ് എ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എന്താണ് മോളിക്കുലാരിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്പീഷ്യസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഓർഡർ മോളിക്കുലാരിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിസണസ് ഗ്യാസ് ഫോംഡ് വെൻ ക്ലോറോഫോം ഈസ് ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അതും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആൻസർ? ഫോസ്ജീൻ ആണ്. ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ അത് കാർബണൈൽ ക്ലോറൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് COCl2. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ പോയിസണസ് ഗ്യാസിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഫോസ്ജീൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ COCl2 എന്ന് എഴുതാം, അല്ലെങ്കിൽ കാർബണൈൽ ക്ലോറൈഡ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. നെക്സ്റ്റ് എന്താണ് സാൻറ്റിമർ റിയാക്ഷൻ? റിയാക്ഷൻസ് ഒക്കെ അതേപടി കാണാതെ പഠിച്ചോണേ. ദ റിയാക്ഷൻ വിച്ച് കൺവേർട്ട് ബെൻസൈൻ ഡയാസോണിയം ക്ലോറൈഡ് ടു ക്ലോറോബെൻസൈൻ യൂസിങ് CuCl ഇൻ HCl ഈസ് നോൺ ആസ് സാൻറ്റിമർ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണ ഡെഫിനിഷൻ. നെക്സ്റ്റ് SN1 മെക്കാനിസവും SN2 മെക്കാനിസവും എന്നാൽ എന്താണ്? SN1 മെക്കാനിസത്തിൻ്റെ പോയിൻ്റ് ആണ് ഒക്കേഴ്സ് ഇൻ 2 സ്റ്റെപ്സ്. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 1. ഇൻ്റർമീഡിയറ്റ് കാർബോക്കേഷൻ ഈസ് ഫോംഡ്. അതാണ് SN1 റിയാക്ഷൻ. അടുത്ത SN2 മെക്കാനിസം ആണെങ്കിൽ ഒക്കേഴ്സ് ഇൻ 1 സ്റ്റെപ്പ് ആണ്. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി 2 ആണ്. നോ ഇൻ്റർമീഡിയറ്റ് കാർബോക്കേഷൻ ഈസ് ഫോംഡ്. നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കണം. ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ ബ്രോമൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് NaI ഇൻ ഡ്രൈ അസറ്റോൺ ആൽക്കൈൽ അയഡൈഡ്സ് ആർ ഫോംഡ്. This reaction is known as Finkelstein reaction. Next reaction വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിറ്റിക് റിയാക്ഷൻ. അറൈൽ ഹാലൈഡ്സ് when treated with sodium in dry ether we get dry diaryls or diphenyls. അപ്പോൾ ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറൈൽ ഹാലൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ വി ഗെറ്റ് ഡൈഅറൈൽസ് അല്ലെങ്കിൽ ഡൈഫിനൈൽസ്. അടുത്തത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വെൻ അറൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് സോഡിയം ഇൻ ഈതർ ഹാലജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ അതേപടി അങ്ങ് കാണാൻ പഠിച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. Explain the industrial preparation of ethanol from molasses. The sugar in molasses is converted to glucose and fructose in the presence of enzyme invertase. Inverters എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മൊളാസസിൻ്റെ ഷുഗർ ഇൻ മൊളാസസ് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് undergo fermentation in the presence of another enzyme zymase EZYMASE which is present in yeast. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ ഫ്രം മൊളാസസ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വില്യംസൺ സിന്തസിസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ് ടു ഫോം ഈതർ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എന്താണ്? വില്യംസൺ സിന്തസിസ്. അടുത്തത് വളരെ വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ചോദ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ ലൂക്കാസ് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്ക്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. അടുത്ത റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ലൂക്കാസ് ടെസ്റ്റിൻ്റെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് അത് പഠിച്ചിരിക്കണം. അടുത്തത് കോൾപ്സ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റൈമാൻ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഡെഫിനിഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണേ. അടുത്തത് വാട്ട് ഈസ് വുഡ് സ്പിരിറ്റ്? വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഥനോൾ അല്ലെങ്കിൽ CH3OH നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ടോളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളൻസ് റിയേജൻറ്റ് ഒന്നുമില്ല, എന്താണ് ടോളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് AgNO3 പ്രിപ്പയർ ചെയ്യുന്ന ആ സൊല്യൂഷൻ, അത് അറിയപ്പെടുന്ന പേരാണ് ടോളൻസ് റിയേജൻറ്റ്. അടുത്തത് ഗറ്റർമാൻ കോച്ച് റിയാക്ഷൻ, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർഷൻ ഓഫ് ബെൻസൈൻ ഇൻറ്റു ബെൻസ് ആൽഡിഹൈഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് AlCl3. അടുത്ത റോസമൻ റിയാക്ഷനും ക്ലമൻസൻസ് റിയാക്ഷനും രണ്ടും എന്താണ് ഡിഫറൻസ്? അതിൻ്റെ അങ്ങനെ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് റോസമൻസ് റിയാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഓഫ് ഇക്വേഷൻ തന്നിട്ട് അത്
അത് ഏത് തരം റിയാക്ഷനാണ്, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. കാനിസാറോ റിയാക്ഷനും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് എക്സ്പ്ലെയിൻ HVEZ റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ ആർ ഹാലോജിനേറ്റഡ് വിത്ത് ക്ലോറിൻ ഓർ ബ്രോമീൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഗീവ് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് HV റിയാക്ഷൻ. അടുത്തത് നെയിം എ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? അഡക്, ADEK എന്നങ്ങ് ഓർത്താൽ മതി. അഡക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് സോളുബിളും BC വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വാട്ടർ സോളുബിൾ ആണ്. അപ്പോൾ അടക്കെന്ന് ഓർക്കുക. അപ്പോൾ ADEK അതാണ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ. ഇനി ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ, പിന്നെ നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതൊക്കെ. C ആണെങ്കിൽ സ്കർവിയാണ്. D ആണെങ്കിൽ റിക്കറ്റ്സ് ആണ്. വൈറ്റമിൻ കെയുടെ ആണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് പോലത്തെ ഇതിൻ്റെയൊക്കെ വരുന്നത്. അപ്പോൾ ഹീമോഫീലിയ, അതിങ്ങനെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ക്ലോട്ട് ചെയ്യാതെ അതിങ്ങനെ പുറത്തേക്ക് പോകുന്നത് വൈറ്റമിൻ കെയുടെ അതാണ് ഹീമോഫീലിയ. രാജകീയ രോഗം എന്നാണ് അത് അറിയപ്പെടുന്നത്, ഹീമോഫീലിയ. ഓക്കെ, അപ്പം മിനിമം നിങ്ങൾ ഇത്രയും എങ്കിലും നിങ്ങൾ ഓവറോൾ അവസാനം എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ ഓടിച്ചിട്ട് നോക്കിയിട്ടേ പോകാവൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്തു നിന്ന് ചോദ്യങ്ങൾ വരും കേട്ടോ. കോർഡിനേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. എഴുതുന്ന എല്ലാവർക്കും നല്ല മാർക്ക്, A+നുള്ള ഇതല്ല, നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.